അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിന്റെ നോമ്പുമായി ബന്ധപ്പെടുത്തി സഹോദരിമാർക്കുണ്ടാകുന്ന വലിയൊരു പ്രയാസമാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സഹോദരിമാർ. അവർക്ക് ശാരീരികമായ ക്ഷീണം, പ്രയാസം ഇതെല്ലാം നോമ്പിൻ്റെ പകൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. കാരണം കുട്ടികൾ പാല് കൊടുക്കുമ്പോൾ ഒന്നും കഴിക്കാത്തവരായിരിക്കെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക സ്വാഭാവികമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യും? അവർക്ക് നോമ്പ് പിടിക്കേണ്ടതുണ്ടോ അതോ നോമ്പിൽ തുടരണോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ കൃത്യമായ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വറഖസൽ ഹുബ്ല വൽ മുർദിഅ, ഗർഭിണിയായ ഒരു സ്ത്രീക്കും അതേപോലെ തന്നെ പാല് കൊടുക്കുന്ന ഒരു സ്ത്രീക്കും നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് പാല് കൊടുക്കുന്ന സമയത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അവരുടെ ശരീരത്തിൽ തളർച്ചയും പ്രശ്നവും ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലം, കുടിയുടെ മുല കൊടുക്കുന്ന കാലം കഴിഞ്ഞ് ശാരീരികമായ ആരോഗ്യം വരുന്നൊരു സമയത്ത്, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സമയത്ത് ആ നോമ്പുകൾ പിടിച്ചു വീട്ടിയാൽ മതി. ഗർഭിണിയുടെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, മുല കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ശാരീരികമായ പ്രയാസമുള്ള ഘട്ടം വരികയാണെങ്കിൽ ആ ദിവസത്തെ നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വീട്ടിയാൽ മതി എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.